പ്രഗ്നൻ്റായ സ്ത്രീകളിൽ നാച്ചുറലി ഉണ്ടാകുന്നതാണ് CPH4. അത് ബോഡി കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. അതിന് ഒരു അറ്റോമിക് ബോംബിൻ്റെ പവറുണ്ട്. അവൾ നേരെ പുറത്തിറങ്ങി ഗാങ്സ്റ്റർ തലവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവനാണെങ്കിൽ ഒരു സ്പായിലാണ്. അവിടെയുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്തതിന് ശേഷം അവൾ ഒരു കത്തിയെടുത്ത് അയാളെ കുത്തുന്നു. എന്നിട്ട് മോണിറ്റർ ചെയ്ത് ബാക്കി ഡ്രഗ്സ് എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. അത് ബെർലിൻ, പാരീസ്, റോം എന്നിവിടങ്ങളിലാണെന്ന് അവൾ മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അവിടെ നിന്ന് നേരെ അവൾ പോകുന്നത് കൂട്ടുകാരിയുടെ അടുത്തേക്കാണ്. അവിടെ എത്തി അവൾ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഫസർ സാമുവലിനെ അവൾ കോൺടാക്ട് ചെയ്യുകയാണ്. അവളുടെ ബ്രെയിൻ കപ്പാസിറ്റിയെ പറ്റി അവൾ നടന്നതെല്ലാം അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്ക് ഫോൺ, റേഡിയോ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അവളെ രൂപമാറ്റം വരുത്തി നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അവിടെ ഡ്രഗ്സിൻ്റെ ബാക്കി വിവരങ്ങളെല്ലാം അവർ കസ്റ്റംസിനെ വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ കസ്റ്റംസ് ആ ഡ്രഗുമായി പോയവരെല്ലാം പിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ വെച്ച് ക്യാബിൻ ക്രൂ വന്നിട്ട് അവളോട് ലാപ്ടോപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അവളാണെങ്കിൽ ഒരു ഡ്രിങ്ക്സ് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് അവളുടെ പല്ലും സ്കിന്നും എല്ലാം പൊടിഞ്ഞു വരാൻ തുടങ്ങുന്നു. അവളാണെങ്കിൽ പേടിച്ചിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവൾ ഡോർ അടയ്ക്കുകയാണ്. കയ്യിലെ ബാഗിലുണ്ടായിരുന്ന ഡ്രഗ്സ് എടുത്ത് അവൾ വിഴുങ്ങുകയാണ്. പെട്ടെന്ന് അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവളുടെ രൂപങ്ങളാകെ വികൃതമായി മാറുകയാണ്.